ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചൈന ചില പ്രകോപനങ്ങളുമായി ഇങ്ങ് എത്തിയിട്ടുണ്ട് എന്ന വളരെ തന്ത്രപ്രധാനമായൊരു വാർത്തയുണ്ട്. ചൈനീസ് അതിർത്തിയിലെ ഗ്രാമങ്ങൾക്കൊക്കെ ചൈനീസ് പേരുകൾ നൽകാനുള്ള നീക്കമാണ് വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. അതിശക്തമായ പ്രതിഷേധവും നിലപാടും ഭാരതത്തിന്റെ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എസ് നന്ദഗോപൻ ചേരുകയാണ് വിശദാംശങ്ങൾ നൽകാനായി. നന്ദൻ പറയൂ. ശ്യാമ, ഈ അരുണാചൽ പ്രദേശ് ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഈ ചൈനയുടെ പേരുമാറ്റത്തിലൂടെ ഭാരതത്തിന്റെ ഈ പ്രദേശം ചൈനയുടെ നാവില്ല എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം കൂടുതൽ സൂചിപ്പിക്കുന്നത്. ചൈനയുടേത് പ്രകോപനപരമായ നീക്കമാണ്. അതിർത്തി ചർച്ചകളെ ഇത് ബാധിക്കുമെന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം സൂചിപ്പിക്കുന്നത്. അരുണാചലിൽ ചൈനീസ് കടന്നുകയറ്റം അനുവദിക്കില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഈ അരുണാചൽ പ്രദേശിലെ ഏതാണ്ട് 30 സ്ഥലങ്ങൾ ചൈനീസ് പേരുകൾ നൽകിക്കൊണ്ടുള്ള 4ാമത്തെ പട്ടിക ചൈനീസ് സിവിൽ കാര്യ മന്ത്രാലയം പുറത്തുവിട്ടിരുന്നു. ഇതിൽ ഈ ഭാരതത്തിന്റെ ഗ്രാമങ്ങൾ, അതേപോലെ തന്നെ മലനിരകൾ, നദികളൊക്കെ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അതിനാലാണ് ഇത്തരമൊരു പ്രതിഷേധത്തിലേക്ക് വിദേശകാര്യ മന്ത്രാലയം കടന്നിരിക്കുന്നത്. 2017 മുതൽ തുടർച്ചയായിട്ട് ഇത്ര പ്രകോപനങ്ങൾ തുടരുകയാണ്. 2017 6 സ്ഥലങ്ങൾ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 30 സ്ഥലങ്ങൾ എന്നുള്ള ഒരു ഇതിലേക്ക് എത്തിയിരിക്കുന്നു ചൈന എന്നുള്ളതാണ്. പ്രധാനമായും ഈ അരുണാചൽ പ്രദേശിലെ തന്നെ സാങ്നാൻ അല്ലെങ്കിൽ ഈ തെക്കൻ ടിബറ്റ് എന്നുള്ള ഒരു പേരാണ് ഈ ചൈനീസ് നൽകിയിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധം ഇതിൽ വിദേശകാര്യ മന്ത്രാലയം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അരുണാചൽ പ്രദേശിലെ സേല ടണൽ ഉദ്ഘാടനം ചെയ്തതിൽ ചൈന പ്രതിഷേധം അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ പട്ടിക പുറത്തുവിട്ട് ഇപ്പോൾ ചൈന പ്രകോപനം സൃഷ്ടിച്ചത്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം പ്രതീക്ഷിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നാണ്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യമുണ്ടെങ്കിൽ ഉടനെ അയ്യോ ചൈന കയറി കഴിഞ്ഞു, നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി ഇകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വരുന്ന ഒരു പ്രൊപ്പഗേണ്ടയുണ്ടല്ലോ. അതിപ്പോ വന്നോ നന്ദൻ, അതോ എന്താ സ്ഥിതി? ശ്വാം, സ്വാഭാവികമായും അത് വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ശ്വാം സൂചിപ്പിച്ച പോലെ നിരന്തരം ഇത്തരം ചൈനീസ് പ്രകോപനം ഉണ്ടാകുമ്പോൾ രാജ്യത്തെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഭരണശേഷിയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് രാഹുലിന്റെ പതിവ് ശൈലിയാണ്. സ്വാഭാവികമായും ഇപ്പോൾ ചൈനീസ് പുതിയ ഈ 30 സ്ഥലങ്ങളുടെ പേരുകൾ ഇത്തരത്തിൽ മാറ്റി ഒരു പട്ടിക തയ്യാറാക്കിയ അവസ്ഥയിൽ അത് ഭാരതത്തിനെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ടുള്ള പ്രസ്താവന ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്നും വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. യെസ്, എന്തായാലും ഇന്നലെ പാർലമെന്റിന്റെ വളപ്പിൽ ഒരു പ്രതിമാനാച്ഛാദന പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ പങ്കെടുത്തിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ഉൾപ്പെടെയുള്ളവരെല്ലാം, ലോക്സഭാ സ്പീക്കർ, അങ്ങനെ എല്ലാവരും, JP നഡ്ഡ അടക്കമുള്ള എല്ലാവരും പങ്കെടുത്തു. അതിൽ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുലും പങ്കെടുത്തിരുന്നു. ആ ചടങ്ങിൽ, ആ പരിപാടിയിൽ വെച്ച് പ്രധാനമന്ത്രിയും രാഹുലുമായി സംസാരിക്കുന്നതിൻ്റെ ആ ദൃശ്യങ്ങൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. എത്ര കൈചൂണ്ടി കണ്ണിൽ നോക്കി സംസാരിക്കാൻ ഒരു അജയ്യനായ ഒരേ ഒരാളേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഈ കോൺഗ്രസിൻ്റെയൊക്കെ പ്രൊപ്പഗാൻഡ നമ്മൾ കണ്ടതാണ്. ഈ AI ചിത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എത്ര വിനീതനായി, എത്ര സൗമ്യനായി പ്രധാനമന്ത്രിക്കുള്ള അടുത്തിരിക്കുന്ന രാഹുലിനെ, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന രാഹുലിനെ നമ്മൾ കണ്ടതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ആ ദൃശ്യങ്ങൾ ദയവായി ഒന്ന് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു.